ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കാലത്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സീനിയറായ ഉപാധ്യക്ഷൻ UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ മൊഗ്രാൽ കാസർഗോഡ് അവറുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. ഞാൻ ആ സമയത്തൂടെ ഇല്ലായിരുന്നു. ഞാൻ ഇന്നാണ് പുറത്തു നിന്ന് എത്തിയത്. അദ്ദേഹത്തിൻ്റെ മകൻ ഷഹീർ ആത്മസുഹൃത്താണ്. ഉപ്പാൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു. വളരെ വാചാലമായി ആ പൊന്നുമോൻ സംസാരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി വീട്ടിലേക്ക് എത്തിച്ചു. ഞായറാഴ്ച വൈകിട്ട് തന്നെ കാലാവസ്ഥ മാറാൻ തുടങ്ങിയെന്ന് ബോധ്യപ്പെട്ടു. ഉപ്പാക്ക് നല്ല ബോധമുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. കുറച്ചായി പൈപ്പിലൂടെയാണ് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ മാറുകയാണെന്ന് കണ്ടപ്പോൾ അവർ സംസം വെള്ളം ഓരോരുത്തരും മക്കൾ മാറി മാറി വായുടെ കുറേശ്ശെ കൊടുത്തുകൊണ്ടിരുന്നു. വളരെ നിശ്ചലമായി കിടന്നിരുന്ന അദ്ദേഹം ആ സംസം വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു. അവസാനം കാലത്ത് കെലിമ ഇവരിങ്ങനെ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കെലിമ ഈ വായിലുള്ള പൈപ്പിൻ്റെ ശകലമുള്ളത് കൊണ്ടുള്ള ഒരു പ്രയാസം ഒഴിവാക്കിയാൽ സുന്ദരമായി കെലിമ ചൊല്ലിക്കൊണ്ട് മരണപ്പെട്ടു പോയ മഹാത്മാവാണ് സമസ്തയുടെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കാലത്ത് മരിച്ച ഉപാധ്യക്ഷൻ. നമ്മൾ ഓർത്ത് നോക്കുക, കെലിമ ചൊല്ലാണ് നിസ്സാരമായ കാര്യമല്ല. സ്വഹീഹായ ഹദീസാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ ആൾറെഡി സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. തിങ്കളാഴ്ച കാലത്താണ് അദ്ദേഹം വഫാത്തായത്. ഒരുപാട് ആളുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതും ഒരു വലിയ സൗഭാഗ്യമാണ്. കാരണം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രാവാണ് തിങ്കളാഴ്ച രാവ്. ആ തിങ്കളാഴ്ച രാവിലോ പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ ആ മുഅ്മിനായ മനുഷ്യന് പ്രത്യേക സൗഭാഗ്യമാണെന്ന്, ബറക്കത്താണെന്ന് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി തൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകളാണ് നമ്മുടെ ഈ നേതൃത്വം നൽകുന്ന ആളുകളും അവർ ഉയർത്തിപ്പിടിക്കുന്ന ആദർശവും. ഈ കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല, സംശയം